ഹായ് ജുവൽസ്. ഒരു ഓൺ വോയിസ് വീഡിയോ വരാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ഒരു 2-3 ദിവസം മുന്നേ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സൊക്കെ ഞാൻ അനുഭവിച്ച ടെൻഷൻസും ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ വോയിസിൽ വന്നേ പറ്റുള്ളൂ. ആദ്യമേ പറയട്ടെ, ഒരു ബിഗ് താങ്ക്സ് ടു റെയിൽവേ പോലീസ് ഫോഴ്സ് ആൻഡ് കേരള പോലീസ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തു. കേരളത്തിനകത്തും പുറത്തുമായിട്ടൊക്കെ യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച എൻ്റെ പുതിയൊരു മൊബൈൽ ഫോൺ, ഐഫോണൊന്നും അല്ല കേട്ടോ, ഒരു ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ്. എന്നാലും ഞാൻ പുതിയതായിട്ട് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അതിനകത്തായിരുന്നു എൻ്റെ. അത് ട്രെയിനിൽ വെച്ചിട്ട് മോഷണം പോയായിരുന്നു. അപ്പം അത് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് മോഷണം പോയി എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനും എൻ്റെ കസിൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ആ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു 1-2 മിനിറ്റിന് മുന്നേ ഫോൺ ചാർജ് ചെയ്യാൻ എന്നുള്ള വ്യാജേന ഒരു മാസ്ക് വെച്ച ഒരാൾ അങ്ങോട്ട് വന്നിരുന്നു. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം സേഫാണ്, എല്ലാം ഓക്കെ ആണെന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഒരു വെളുപ്പിന് ഇതൊരു 3:30-4 മണിക്കകത്തുള്ള സമയത്താണ് സംഭവിക്കുന്നത്. അപ്പം അതിന് മുന്നേ 2 ദിവസം മുന്നേ തൊട്ടേ ഞങ്ങൾക്ക് ഉറക്കക്കുറവ്, പറയുന്നതിന് കണക്ക് അലച്ചിൽ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകൾ കയറി ഇറങ്ങൽ ഒക്കെ ആയിട്ട് എല്ലാവരും വീക്കായിരുന്നു. പ്രത്യേകിച്ച് ആ വെളുപ്പിൻ്റെ സമയത്ത് ഇച്ചിരി നല്ലൊരു ഉറക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ ആളവിടെ വരുന്നതും ചാർജ് ചെയ്യാൻ ചാർജർ പോർട്ടിൽ കുത്തുന്നതും ഇവന് ഫോണിലോട് ആരോട് പറയുന്നുണ്ട്, പിന്നെ ഫോണിൽ ചാർജ് കയറുന്നില്ല എന്നാരോട് പറയുന്നുണ്ട്. അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ഇവൻ മോഷ്ടിക്കാനാണെന്നോ, നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു ചിന്തയെ പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇവൻ ചാർജ് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ ബാഗിൽ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ചാർജർ ട്രെയിനിൽ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവൻ ചാർജ് കയറുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് എൻ്റെ ഫോൺ മോഷ്ടിച്ച അല്ലെങ്കിൽ മോഷ്ടിക്കാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചാർജർ എൻ്റെതാണ്, എടുത്ത് കണക്ട് ചെയ്തു. അപ്പോൾ അത് ഇച്ചിരി സ്പീഡ് ചാർജറുമായിരുന്നു, പെട്ടെന്ന് ചാർജും കയറും. അപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഒരു പാലക്കാട് സ്റ്റേഷനിലോട്ട് നിർത്തുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഈ ഫോൺ മിസ്സായി എന്നുള്ളൊരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. എൻ്റെ അനിയനുണ്ടായിരുന്നു, കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവൻ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നുവെച്ചാൽ അതേവരെ നമുക്കറിയാൻ വയ്യാത്ത ഒരാൾ, ഞങ്ങളുടെ കൂടെ യാത്ര തുടർന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. നമുക്ക് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, മാസ്ക് വെച്ച് ഉള്ള ഒരാൾ അപ്പോഴാണ് വന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം വേറെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പാലക്കാടാണ് പിന്നീട് വണ്ടി നിർത്തിയതും. അപ്പം അനിയൻ ഇറങ്ങിയിട്ട് അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അവർ രജിസ്റ്ററിനകത്ത് കുറിച്ചു. അപ്പോഴും ഞാനിത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് അങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട്, നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാക്കിയ സാധനമാണല്ലോ, വെറുതെ തന്നെ കിട്ടുന്നതല്ലല്ലോ. അത് ഭയങ്കരമായിട്ട് വല്ലാണ്ടൊരു മാനസികാവസ്ഥയായി പോയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് എനിക്ക് ആ ട്രെയിനിൽ തുടർന്ന് യാത്ര എനിക്ക് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് ഫോണും എടുത്തിട്ട് ഞാൻ അങ്ങ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് കസിൻസിനെ ഞങ്ങൾ വലിയൊരു എമൗണ്ടിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം സ്റ്റോക്കും അവരെ സേഫാക്കി ആ ട്രെയിനിൽ തന്നെ ചെങ്ങന്നൂരോട്ട് ഞാൻ വിട്ടു. എന്നിട്ട് ഞാൻ പാലക്കാട് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിനകത്ത് എന്ത് വേണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഞാൻ റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ പിന്നെ നമ്മുടെ കേരള പോലീസിൻ്റെയും ബില്ലിംഗ് ഒരിടത്ത് തന്നെയായിരുന്നു. അങ്ങോട്ട് എന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എനിക്ക് പറയാനുള്ള പരാതികളൊക്കെ പറഞ്ഞു. എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ വെപ്രാളവും എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് കണ്ടിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ. മുന്നേ കണ്ടിട്ടുള്ളവരോ പരിചയത്തിലുള്ളവരോ ആരുമേ അവിടെ ഇല്ല. അപ്പം എനിക്ക് എൻ്റെ അവസ്ഥ കണ്ടിട്ട് സാർ എനിക്ക് വെള്ളം കൊണ്ടു തന്നു, ഒരു കുപ്പി വെള്ളം കൊണ്ടു തന്നു. അത് കുടിച്ച് റിലാക്സ് ആയിട്ട് സംസാരിക്കും, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അതിനിടയ്ക്ക് തന്നെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾക്ക് ദേഹോപദ്രവം ഒന്നും ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഫോൺ പോയി എന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, ഫോണല്ലേ, നിങ്ങളിങ്ങനെ കയറി പോരെ
എങ്ങും ഇറങ്ങണ്ട, അതൊക്കെ പോയത് പോയി. ഇനി അത് കള്ളന്മാരൊക്കെ ഭയങ്കര ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരതൊക്കെ കൊണ്ടുപോയി വഴിക്ക് അവരതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റോളും. പക്ഷേ എനിക്കത് അങ്ങനെ കേട്ടെങ്കിലും എനിക്കത് വെറുതെ വിടാനുള്ളൊരു അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞതാണ്. പക്ഷേ എനിക്കത് അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുന്നൊരു ഇതല്ലായിരുന്നു, അവസ്ഥയല്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. അവർ റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ അവിടെ നിന്നും കേരള പോലീസിൻ്റെ ഓഫീസിൽ നിന്നുമൊക്കെ എനിക്ക് നമ്മളോട് വളരെ കാര്യമായിട്ട് നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ സമാധാനിപ്പിച്ച് എന്നെ CCTV കാണിക്കാൻ കൊണ്ടുപോയി. പക്ഷേ എന്തോ CCTV ടെക്നിക്കൽ എറർ കാരണം ഒരു സീനിയർ ഉദ്യോഗസ്ഥയാണ് എന്നെ കൊണ്ടുപോയത് CCTV കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടെക്നിക്കൽ എറർ കാരണം അതിൻ്റെ റെക്കോർഡിങ്സ് വർക്കാവുന്നില്ലായിരുന്നു. ലൈവ് പ്ലാറ്റ്ഫോമിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, റെക്കോർഡിങ്സ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അവർ തന്നെ പറഞ്ഞു എന്തോ നിർഭാഗ്യം കൊണ്ടിട്ടാണ് ഇതിൻ്റെ റെക്കോർഡിങ്സ് ടെക്നിക്കൽ എറർ ഇപ്പോൾ രാവിലെ വന്നു. അത് അപ്പോഴത്തേക്കൊരു 4 മണി 4:10 ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ രാവിലെ. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അപ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണലായി പോയായിരുന്നു. എനിക്ക് സങ്കടമൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായിപ്പോൾ ഞാൻ കുറച്ച് കരഞ്ഞു. ആ ഒരു നഷ്ടത്തിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീലായിരുന്നു. അങ്ങനെ ആ മാഡം, അവരുടെ പേര് എനിക്കറിയില്ല കേട്ടോ, ഞാനതൊന്നും പേര് ചോദിക്കാനോ സൗഹൃദം പുലർത്താനോ ഉള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അവരെനിക്ക് പുറത്ത് കൊണ്ടുപോയി നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ചായയൊക്കെ വാങ്ങി തന്നു. ഞാൻ പറഞ്ഞു വേണ്ട വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞു വേണ്ട നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മൾ ഇതിനകത്ത് പിന്നോട്ട് മാറരുതെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കോൺഫിഡൻസും ഒക്കെ തന്ന് അങ്ങനെ ചായയൊക്കെ വാങ്ങിച്ച് എനിക്ക് ചായയൊക്കെ വാങ്ങിച്ച് തന്നു. ചായ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഈ ഓഫീസിലോട്ട് തന്നെ പോയി, RPFൻ്റെ ഓഫീസിലോട്ട് പോയി. നമ്മൾ തലേന്ന് രാത്രിയിൽ ട്രെയിൻ കയറിയത് ഒരു 8 മണി 8 മണിയായപ്പോൾ ട്രെയിൻ കയറിയതാണ്. അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളായിരുന്നു. എൻ്റെ കസിൻ്റെത് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ബർത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൺഫേം ആയ സീറ്റിൽ ഞാൻ കസിൻ സിസ്റ്ററിനെ സേഫാക്കി മുകളിൽ കയറ്റി കിടത്തി. ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടെ താഴെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവിടെ തന്നെ ഒരാൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ബർത്തിൽ അനിയൻ എന്നെ സേഫാക്കി കിടത്തി. അവൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവന് കിടന്നിട്ടേ ഇല്ല, അവന് ഉറങ്ങാണ്ട് അവിടെ ഇരിക്കുമായിരുന്നു, കിടക്കാൻ ബർത്തില്ലായിരുന്നു. അപ്പോൾ അവനവിടെ സൈഡിലോട്ട് താഴത്തെ സീറ്റിൽ ഒരു അപ്പച്ചനായിരുന്നു കിടന്നിരുന്നത്. പുള്ളി കിടന്നതിൻ്റെ സൈഡിലായിട്ട് അവൻ സൈഡിലോട്ട് ഇരിക്കുമായിരുന്നു. അവൻ അങ്ങോട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ പയ്യൻ വരികയും ഫോൺ ചാർജ് ചെയ്യാനെന്ന് പറഞ്ഞ് വരികയും ഈ ഫോൺ എടുക്കുകയും ബർത്തിൽ നിന്നാണ് ഇവൻ എടുത്തത്. അത് ശ്രദ്ധക്കുറവുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാണ്ട് എന്താ പറയുക, കേരളത്തിനകത്തായല്ലോ എന്നുള്ളൊരു ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി. കുറച്ച് ശ്രദ്ധക്കുറവ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നൊരു സംഭവം മോഷണപ്പെട്ടു പോകുന്നത് നമുക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ. അത് ഞാൻ പോലീസ് സാറന്മാരുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഇതുവരെ കുറച്ച് ശ്രദ്ധക്കുറവ് ഉണ്ടായിപ്പോയി, പിന്നെ ഉറങ്ങിപ്പോയി, അത് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. ഇവൻ വന്ന് നമ്മളോട് ചാർജില്ല സംസാരിക്കുമ്പോഴും ഞാൻ അറിയുന്നില്ല നമ്മുടെ ഫോൺ മോഷ്ടിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ പ്ലാൻഡായിട്ട് അവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പരാതിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ സൈബേഴ്സിൽ ജോലി ചെയ്യുന്നൊരു ആളുണ്ടായിരുന്നു, പോലീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പരിചയക്കാരനുണ്ടായിരുന്നു, വേറൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിച്ചറിയിച്ചു. അപ്പം അവരെല്ലാം പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്, തിരിച്ചു പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാം വാക്കെല്ലാം വിശ്വസിച്ചിട്ട് എല്ലാം നമുക്ക് ഓക്കെ ആകും ഒരു കോൺഫിഡൻസിൽ ഞാൻ തിരിച്ച് ബസ് കയറി. ട്രെയിൻ ആ സമയത്ത് കിട്ടിയില്ലായിരുന്നു. ഞാൻ ബസ് കയറി, ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച രാവിലെയാണ് ഈ സംഭവിക്കുന്നത്. ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് എന്നെ പാലക്കാട് RPFലെ ഒരു സാറ് മെസ്സേജ് ഇട്ടു, ഇങ്ങനൊരു ആധാർ കാർഡിൻ്റെ ഫോട്ടോ അങ്ങോട്ട് അയക്കാം, നിങ്ങൾക്ക് ഇദ്ദേഹമാണോ നിങ്ങളുടെ ഫോൺ മോഷ്ടിച്ചതെന്നൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇവൻ മാസ്ക് ധരിച്ചിട്ടുള്ള ഒരാളായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ഫേസ് ഒന്നും മനസ്സിലാകത്തില്ല. ജസ്റ്റ് അതും വെളുപ്പിന് 3:30 സമയത്ത് 4 മണി സമയത്താണ്, നമ്മൾ ഒരിക്കലും ക്ലിയറായിട്ട് അയാളെ കാണുന്നില്ല. എന്നെക്കാട്ടി കൂടുതൽ കസിൻ ബ്രദർ കണ്ടിരുന്നു അദ്ദേഹത്തെ. അപ്പം ഇങ്ങനെ അയച്ചു, ഞാൻ അവനും അയച്ചു കൊടുത്തു ഇത്. അപ്പോൾ അവൻ പറഞ്ഞു ഏകദേശം ഈ ഒരു നിറവും ഹെയറൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്, പക്ഷെ നമുക്ക് ഉറപ്പില്ല, നമുക്ക് ആളെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ അതേപോലെ തന്നെ അവരെ അറിയിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ മോഡലൊരു ഫോണ് മലപ്പുറത്ത് വെച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് തന്നെയാണെന്ന് ഉറപ്പില്ല, ഈ നമ്പർ അയക്കാൻ പറഞ്ഞു.
നമ്മൾ പരാതി കൊടുത്തപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നൊരു കോൺടാക്റ്റിൻ്റെ പുറത്താണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു ഒന്നുകൂടെ IMEI നമ്പർ ഒന്ന് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത് ഒരു 5-6 മിനിറ്റിനകത്ത്, ഒരു 10 മിനിറ്റിനകത്ത് സാറ് മെസ്സേജ് ഇട്ടു, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങളുടെ ഫോൺ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ചപ്പം ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ തമിഴ്നാട്ടിലോട്ടൊക്കെ ഫോൺ കൊണ്ടുപോയി വിൽക്കുന്ന കുറച്ച് ടീം വർക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. അപ്പം ഇതൊക്കെ ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ പോയതാവാം എന്നൊക്കെ പോലീസുകാർ നമ്മുടെ പരിചയത്തിലുള്ളവരും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു, ശരി ഇനി അത് കിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്, ഞാൻ ഇനി അത് നമുക്ക് വേറെ രീതിയിൽ ഉള്ള ഫോണിൽ വീഡിയോ എടുക്കാം. എൻ്റെ പേഴ്സണൽ ഫോണിൽ ക്യാമറ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തത്. അപ്പം പറഞ്ഞു ഉള്ള ഫോണിൽ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം സെറ്റാക്കി വന്ന് അപ്പോഴാണ് ശരിക്കും ഭയങ്കര സന്തോഷമായി എന്നാൽ ഞങ്ങളുടെ തുള്ളി ചാടി ഫോൺ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അത്രയ്ക്ക് ഹാപ്പി. അവരോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. പിന്നെ തൊട്ട് അവരെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഇത് മലപ്പുറത്ത് ആണ് ഇത് കിട്ടിയത്. അപ്പം കേരള പോലീസും ഈ റെയിൽവേ പോലീസും മൊബൈൽ കടക്കാരും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനൊരു മോഡൽ നഷ്ടപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മൊബൈൽ കടക്കാരന് സംശയം തോന്നുകയും അദ്ദേഹം മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുകയും അവർ പോയി ഈ മോഷണ മുതലാണെന്ന് മനസ്സിലാക്കി ആ പോലീസ് ഈ ഫോൺ കൈപ്പറ്റുകയും ചെയ്തു. അങ്ങനെ മലപ്പുറം പോലീസിൻ്റെ കയ്യിൽ ഫോൺ കിട്ടുകയും അങ്ങനെ പോലീസ് സ്റ്റേഷൻ തമ്മിലുള്ള കോൺടാക്റ്റിൻ്റെ പുറത്ത് നമ്മളുടെ പാലക്കാട് നിന്ന് നഷ്ടപ്പെട്ട ഫോണാണെന്ന് മനസ്സിലാകുകയും അവർ നമ്മളെ വിളിക്കുകയും ചെയ്ത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ തമ്മിലുള്ള കോൺടാക്റ്റിൽ അങ്ങനെ അത് മലപ്പുറത്ത് നഷ്ടപ്പെട്ട ഫോണ് പാലക്കാട് റെയിൽവേ പോലീസ് കണ്ടെത്തി. റെയിൽവേ പോലീസും കേരള പോലീസും എനിക്ക് എക്സാക്റ്റ് ഇത് ആരാണെന്ന് ഏത് വിങ്ങാണ് സെലക്ട് ചെയ്ത് കണ്ടെത്തിയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ സഹായം തേടിയത് റെയിൽവേ പോലീസിൻ്റെ അടുത്തും കേരള പോലീസിൻ്റെ അടുത്താണ്. എനിക്ക് കിട്ടേണ്ട നീതി ഒരു 48 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. അതിനകത്ത് വെച്ച് എൻ്റെ നഷ്ടപ്പെട്ട ഫോൺ കണ്ടെത്തി. ഞാൻ തിരികെ എൻ്റെ കയ്യിലോട്ട് ഇന്നോ നാളെ എത്തത്തേ ഉള്ളൂ. ഞാൻ പോയി കളക്ട് ചെയ്യണം അത്. എന്തായാലും കേരള പോലീസിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ആ ഫോൺ, എൻ്റെ നഷ്ടപ്പെട്ട ഫോൺ കയ്യിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ പോയി എന്ന് കരുതിയൊരു സംഭവം ഭയങ്കര സന്തോഷമായി. എനിക്കതെങ്ങനെ സത്യം പറഞ്ഞത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഒരുപാട് സ്ട്രെസ്ഡായിരുന്നു, ഒരുപാട് വിഷമിച്ചു, കുറച്ച് കരഞ്ഞു. ചിലരും പറയും കരയാൻ പാടില്ല, നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ഞാൻ ഒരുപാട് വിഷമിച്ചേട്ടോ, ഒരുപാട് കരഞ്ഞു. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് മൂലമേ ഇങ്ങനെ ഉണ്ടായപ്പം വലിയ വിലയുടെയൊന്നും അല്ലെങ്കിൽ പോലും എനിക്കത് ഭയങ്കര മൂല്യമുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഐഫോൺ ആണോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ. ഐഫോണല്ല, ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണെങ്കിലും അത് 1 രൂപയുടെ ആണെങ്കിലും നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനി ഏത് യാത്രയായാലും ട്രെയിൻ ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരവരുടെ സാധനങ്ങൾ അവരവർ നല്ലതുപോലെ സൂക്ഷിക്കുക. എനിക്കിതൊരു വലിയ പാടാണ് ഉണ്ടായത്. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടിട്ട് എനിക്കെല്ലാം തിരിച്ചു കിട്ടി. അതവർ പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥരെന്നെ വിളിച്ചപ്പോൾ, പാലക്കാടിൻ്റെ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു, അത് ആ മോഷ്ടിച്ച ആൾ കേരളത്തിൽ തന്നെ കൊണ്ട് വിൽക്കാൻ പോയത് നിങ്ങളുടെ ലക്കാണെന്ന് പറഞ്ഞു. അത് തമിഴ്നാട്ടിലോട്ട് അത് കടന്നിരുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്നോ അല്ലെങ്കിൽ അത് കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ ആ ഫോൺ വേറെ ആരെങ്കിലും സിമ്മിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് സൈബർ സെല്ല് ത്രൂ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരെ നമ്മുടെ പേഴ്സണലി കോൺടാക്റ്റുള്ള നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്ന പോലീസ് ചേട്ടനും ഒക്കെ പറഞ്ഞു, ഓണം അല്ലേ, ചിലപ്പോൾ അവരത് വിൽക്കാൻ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം, കിട്ടും, ഇപ്പം ഓൾമോസ്റ്റ് ഫോണുകൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ എനിക്കൊരു പ്രതീക്ഷ തന്നായിരുന്നു. പക്ഷെ എന്നാലും അത് അവിടെ പാലക്കാട് വെച്ച് പോയതുകൊണ്ട് അത് പോയി നഷ്ടപ്പെട്ട് കാണും, എനിക്ക് നഷ്ടമായി എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഫോൺ തിരിച്ചു തന്ന കേരള പോലീസിനും റെയിൽവേ പോലീസ് ഫോഴ്സിനും ഭയങ്കര നന്ദി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ടു റെയിൽവേ പോലീസ് ഫോഴ്സ് ആൻഡ് കേരള പോലീസ്.